നീ ധൈര്യമായിട്ടിരി കൊച്ചേ, നമുക്ക് തകർക്കാം. എനിക്ക് പൈസ ഒക്കെ തരാന്ന് പറഞ്ഞവര്, സാലറി ഒക്കെ ഉണ്ട്. അടിപൊളിയാടേ. എടി അതോർത്ത് സന്തോഷിക്കുക വേണ്ടത്, അല്ലാതെ ഈ ചില പെണ്ണുങ്ങളെ പോലെ കുശുമ്പൊന്നും വേണ്ട. ഇതെല്ലാം മടക്കി ഷെൽഫ് കൊണ്ടുവെക്ക്. ഞാൻ ആലോചിക്കാം. ഇതെല്ലാം മടക്കി ഷെൽഫ് കൊണ്ടുവെക്കെ. ഓ അത് ശരി, ഞാൻ ആലോചിക്കാന്നല്ലേ പറഞ്ഞത്. നീ ആലോചിക്ക്, ഞാനും സഹായിക്കാം മക്കളെ. നീ ആലോചന കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ. ആലോചിച്ചാൽ മാത്രം പോരാ, സമ്മതിക്കണം. സമ്മതിച്ചില്ലേ നമ്മൾ സമ്മതിപ്പിക്കും. അല്ലെങ്കിൽ അച്ഛനും ഞാനും കൂടി പോവും. നമ്മൾ ഉറപ്പിച്ച കാര്യമല്ലയോ? സമ്മതിച്ചാൽ അവർക്കും കൊള്ളാം. നാളെ റോഡിലിറങ്ങി നിൽക്കുമ്പോൾ ഒരു വലിയ നടിയുടെ അമ്മയെന്നും പറഞ്ഞ് അഭിമാനിക്കാം. അതെ, ആർക്ക് അഭിമാനിക്കാം? ആ കൊച്ചിന്റെ അമ്മയുണ്ടെങ്കിൽ അമ്മ, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, അച്ഛമ്മയുണ്ടെങ്കിൽ അച്ഛമ്മ, സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ, ആർക്കും അഭിമാനിക്കാം. ഷെൽഫ് കൊണ്ടുവെക്ക്. ഇതൊക്കെ അഭിനയത്തിന്റെ ഒരു പാഠമായിട്ട് കണ്ടാൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു സീൻ കിട്ടിയാൽ നീ ഇങ്ങനെ അഭിനയിച്ച് പഠിക്കണ്ടേ? നല്ല കാര്യമാണ്. അത് പഠനമാടി, പഠനം അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. നിന്റെ പുസ്തകത്തിലുള്ളതൊന്നും അല്ലല്ലോ ഇത്. ഇത് അഭിനയിക്കാൻ പഠിപ്പിക്കില്ലേ, അത് കറക്റ്റായിട്ട് അങ്ങനെ ഉൾക്കൊണ്ടാൽ മതി. ദേഷ്യം എക്സ്പ്രഷൻ കറക്റ്റ് നിന്നെ പഠിപ്പിച്ചു തരിക, എങ്ങനെ ദേഷ്യത്തോടെ നോക്കണം. പഠിച്ചില്ലേ? ആ ചിരി പെട്ടെന്ന് മുഖം മാറിയുണ്ടോ? ഈ എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടെന്ന് മാറണം. ആക്രമണം, അതാണ് പഠിപ്പിച്ചത്. എന്റെ കുഞ്ഞെ കുറെ വർഷമായി. അപ്പൊ തകർക്കുക, ഞാൻ കൂടെ വരും. ഇനി പോയി പതുക്കെ പോയി അമ്മയെ തണുപ്പിച്ച് കാര്യം സഹായിച്ചെടുത്തു. അത് നിന്റെ മിടുക്ക് പോലിരിക്കും. ഇനി ഞാൻ പുറകിലുണ്ട്, നീ പൊക്കോ. കൈ മുറിഞ്ഞു. അച്ഛൻ വരാ. ആ വളയേ ഒറിജിനൽ സ്വർണ്ണമാണെന്ന് തോന്നുന്നു, കയ്യെ കൊണ്ടേ പരുവക്കേടായി. വേറെ ജോലിയൊന്നുമില്ല, സിനിമയിൽ അഭിനയിക്കാം. നീ എന്താ പുറത്തോണ്ട് വരുന്നു? എന്റെ കുറ്റം പറഞ്ഞോണ്ടായിരിക്കും. ഞാൻ അമ്മയുടെ കുറ്റം അങ്ങനെ പറയൂ അമ്മേ? എന്നാ എനിക്ക് തോന്നിയായിരിക്കും അല്ലേ? തോന്നിയതൊന്നല്ല, ഞാൻ അമ്മയുടെ മകൻ്റെതും കൊച്ചുമോളെ കാര്യം പറഞ്ഞതാ. എന്റെ കൊച്ചുമോന്റെ കാര്യം എന്നാ പറയാനിരിക്കുന്ന? കൊച്ചുമോക്കടെ കാര്യം അയ്യോ, അമ്മ അത് അറിഞ്ഞിട്ടില്ല. എന്തുപടി? അമ്മയുടെ കൊച്ചുമോളുണ്ടല്ലോ, സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ആരാ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിക്ക്. നിങ്ങളുടെ മകൻ. ആ, എന്റെ സരിതയുടെ മോളും സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ആണോ? ആ, ഹിന്ദി സിനിമയിലേക്ക് വിളി വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പോവാഞ്ഞത്? അവക്കടെ കൂടെ എനിക്കും പോണം സിനിമയില് അഭിനയിക്കുമ്പോ കൂട്ടിനെ. അതേതായാലും നന്നായി അമ്മേ, കാരണം നമുക്ക് ഹിന്ദി മനസ്സിലാവൂലല്ലോ. അതിന് ഞാൻ അവളെ കുറെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. തുമാരാനാ ക്യാഹെ മേരാനം തുമാരനെ ഇതറാവോ ദേഖോ, ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ ഞാനും പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. കലം, കമൽ, കുർസി, അങ്ങനെ അത് ഞാനും പഠിച്ചിട്ടുണ്ടമ്മേ. നീ ഈ കലം പഠിച്ചിട്ടാ നീ അകത്തെ കലത്തിൽ തന്നെ ആയിപ്പോയത്. ആ, ഇത് അകത്തെ ചോറ് വെക്കുന്ന വലിയ കലയല്ല, പെന്നിങ്ങനെ എഴുതുന്ന പെന്നാ ഞാൻ പറഞ്ഞേ. ഇത്രയും പോന്ന പേനയ്ക്ക് കലം. ഇവളെന്ത് മണ്ടിയാ ഇവള്? എനിക്കൊരു വിവരമില്ല, വെറുതെ അല്ല, തലയ്ക്കകത്തൊന്നുമില്ലാത്ത. അവിടെ ചെന്നിട്ട് വേണം എൻ്റെ മോള് കലം പേന അവരോട് കലം, എന്നിട്ട് വേണം എന്നെ പറഞ്ഞു വിടാനായിട്ട് ആ കൊച്ചിനെ. അടി നീ ഇങ്ങനെയൊക്കെ തുടങ്ങല്ലേ. ഹിന്ദിയില് പേനക്ക് കലം തന്നെയാ പറയാ. അതെല്ലാം ചെറിയ പിള്ളേർക്ക് പറയും, അല്ലാണ്ട് ഞാൻ ഹിന്ദി കുറെ പഠിച്ചിട്ടൊന്നല്ല. എന്തെല്ലാം ഹിന്ദി ഞാൻ പഠിപ്പിച്ചോട്ടുണ്ട്. തുമാരാ balkana babu ne मारी अंगु बेले हावे तारे इजमाल को जे कीड़ा गिरे मर गया क्यों चौकट ने कुदा नहीं धक्का പഠിപ്പിച്ചിട്ടുണ്ട്. क्यों चौकट कुदा ही नहीं कुदा मारियो और ഫാൻ ഓഫ് ചെയ്യാണ്ട് വന്നത്? ഞാൻ കണ്ടതല്ലേ, കള്ളം പറഞ്ഞടാ. എടാ, ആവശ്യം കഴിഞ്ഞ ഫാൻ ഓഫ് ചെയ്യണം, മനസ്സിലായാ? നിങ്ങൾ തന്നെ കട്ടി ചോക്കളെ പോട്ടെ. കരണ്ട എൻ്റെ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടല്ലേ വരലുണ്ട്. ചെല്ല എൻ്റെ മക്കൾ പോയി കളിച്ചോ കേട്ടോ. കൊച്ചിൻ്റെ ചെവി പഠിച്ചു കളഞ്ഞു. വീടാതെ പോമോനെ. അതായത് തേച്ചിട്ട് പോയ കാമുകനെ കാണാൻ വരുന്ന വികാരഭരിതയായ കാമുകി അഭിനയിച്ചു കാണിക്കും.
എന്റെ ജീവിതത്തിൽ നടന്നല്ലേ? ഇവൻ ഇതറിഞ്ഞ? നീ എന്തോ അടി വായ നോക്കി നിൽക്കുന്ന അഭിനയിച്ച് കാണിക്കടി. അച്ഛാ, എനിക്കൊരു സപ്പോർട്ടിങ് ആക്ടർ വേണം അഭിനയിക്കാൻ. എന്നാലേ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റും. മകളെ അവളുടെ കാമുകനായിട്ടൊന്ന് അഭിനയിച്ചു കൊടുത്തേ. ഞാനാ അച്ഛന് വേറെ പണിയൊന്നും ഈ ഇനാമേച്ചാണ് അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിക്കാച്ച കാമുകനായിട്ട്. ശരി പോരെ. ചെയ്യ. നീ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നോ. ഞാൻ ദേ ഇവിടെ നിന്ന് വരാം. ഓ, നിന്റെ ഇടയ്ക്ക് തല്ലിയേ. നീ അല്ലേ അവൻ തല്ലിയ ചുമ്മാ കൊള്ളം കാണിച്ചു. അച്ഛനല്ലേ പറഞ്ഞ നാച്ചുറലായിട്ട് അഭിനയിക്കണമെന്ന്. ഇതെന്തോന്നാ? ഡേ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് അവന്റെ ചെവിട്ട് തടിക്കാനല്ല. എടാ ചേക്ക നീ ഇവിടെ വന്നിരുന്നേ. ഇല്ലെങ്കിൽ അവള് വൈരാഗ്യം തീർക്കാൻ ചിലപ്പോൾ നിന്നെ കുത്തിക്കൊല്ലും. ഇവിടെ ഇരി. കണക്കിന് കിട്ടിയല്ലോ. അവിടെ ഇരുന്നു. അഭിനയമാണ് പെണ്ണെ, ജീവിതമല്ല. നീ ഒരു പണി ചെയ്. നീ കാമുകൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഡയലോഗ് പറ. ആക്ഷനൊക്കെ പിന്നെടുക്കുക. ആദ്യം ഡയലോഗ് പഠിക്കുക. എടാ തെണ്ടി, നീ എന്നെ തേച്ചിട്ട് പോയല്ലേ. എന്റെ ആത്മാർത്ഥ പ്രണയത്തെ നീ പിച്ച് ചീന്തി. അപ്പിയിടാൻ മുക്കുന്ന പോലെ ഉണ്ട്. ആടി ഞാൻ മുക്കാണ്. നിനക്കെന്നാ ഇവ എന്നെ കൂടെ? പോയി കക്കൂസി പോയിരി. ആടി എന്റെ പോയി ചേച്ചി ഇതൊന്നും നടക്കത്തില്ല. ഈ ചേച്ചിക്ക് അഭിനയിക്കാന്ന് അറിയത്തില്ല. നീ ഒന്ന് അഭിനയിച്ച് കാണിക്ക്. നാച്ചുറൽ ആയിരിക്കണം, അല്ലാതെ ഇത് ഒരു ഭയങ്കര കോമാളിത്തരം പോലെ ഇരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം, അതുപോലെ അങ്ങ് അഭിനയിച്ചാൽ മതി. നീ നേരത്തെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞേ. എടാ തെണ്ടി, നീ എന്നെ തേച്ചിട്ട് പോയല്ലേടാ. എന്റെ ആത്മാർത്ഥ പ്രണയത്തെ നീ വഞ്ചിച്ചു. എക്സ്പ്രഷനൊക്കെ ഞാൻ കാണിച്ചു തന്നോളാം. ഡയലോഗ് പറഞ്ഞാൽ മതി. എടാ തെണ്ടി, എന്റെ ആത്മാർത്ഥ പ്രണയത്തിൽ നീ ചതിച്ചല്ലേ. നിന്നെ നീ കാണണ്ട. പൊക്കോ പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. സൂപ്പർ അച്ഛാ, സൂപ്പർ. അച്ഛൻ സൂപ്പറായിട്ട് അഭിനയിക്കണ്ടല്ലോ. അച്ഛന് സിനിമയിൽ അഭിനയിക്കുമ്പോ കൂടെ. ഏയ് സിനിമയൊന്നും നമുക്ക് ശരിയാകത്തില്ല. നിങ്ങൾ അഭിനയിച്ച് സ്റ്റാർ ആയിക്കോളുക. ഞാനിങ്ങനെ ഗ്രൂം ചെയ്തു തരും. ഇനി ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. പറ. മുക്കാതോ ഫേസ് നേരെ മര്യാദക്ക് പിടിക്കുക. അച്ഛൻ്റെ കോൺസെൻട്രേഷൻ കളയണോട് ശരിയല്ല. അങ്ങനെ പ്രേക്ഷകർ പലതും പറയും. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ എന്ത് തോന്നുന്ന ദിവസം പറയും. വേണം അഭിനയിച്ചു. എടാ തെണ്ടി, നീ എന്നെ തേച്ചിട്ട് പോയല്ലേടാ. എന്റെ ആത്മാർത്ഥ പ്രണയത്തെ വഞ്ചിച്ചു നീ. എടി പോടി. നീ വേറെ വല്ല പണിക്കും പോടി. നീ ആ യൂട്യൂബ് എടുത്തോണ്ടാക്കും. പോ, നീ ലൈവ് പോ. നിന്നെ കൊണ്ട് ഒന്നും പറ്റൂല. പ്ലീസ്, കഴിവില്ലെങ്കിൽ അംഗീകരിക്കണം. നിരുത്സാഹപ്പെടുത്തരുത്. നമ്മുടെ 3 പേരുടെ ജോലി എന്താ? അവളെ പഠിപ്പിച്ചു കൊടുക്കുക, നന്നാക്കി എടുക്കുക. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ വളരെ പുറകിലാണ് അഭിനയത്തിൽ. വളരെ ഇങ്ങനെ താഴെ. വിടറാ. സോറി, പുറകെ. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. ഇപ്പൊ കാണിച്ചത് ഓവർ എക്സ്പ്രഷൻ. ജീവിതത്തിൽ നിനക്ക് സാഹചര്യം അങ്ങനെയൊന്നും ഉണ്ടായി കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. എന്നാലും അത് നോക്കണ്ട. അടുത്തോട്ട് അഭിനയിക്കുമ്പോൾ അത് ഉൾക്കൊണ്ട് അഭിനയിക്കും. എന്താണ്? എനിക്ക് ആരെയും സഹായമൊന്നും വേണ്ട. ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളാം. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അടിപൊളി. ചെയ്. എടാ തെണ്ടി, നീ എന്നെ പുച്ഛിച്ചു അല്ലേ? എന്തേരം തേച്ചെന്നല്ലേ? ഇഷ്ടംപോലെ പറ. എടാ തെണ്ടി, നീ എന്നെ തേച്ചല്ലേ? എന്റെ ആത്മാർത്ഥ പ്രണയാണ് നീ. വലിയ കുഴപ്പമില്ലായിരുന്നു. അവൾ ഉള്ളി തട്ടിയാ പറഞ്ഞത്. എനിക്ക് ഇവിടെ കൊണ്ടു. അത് കുഴപ്പമില്ലായിരുന്നു. നിനക്ക് എവിടെ കൊണ്ട്? ഉള്ളി കൊണ്ടു. നോക്കുന്ന ഒന്നൂടെ. ഞാൻ തന്നെ നോക്കിക്കോളാം. എപ്പോഴും ഇതുപോലെ സപ്പോർട്ടീവ് ഓഡിയൻസിനെ കിട്ടത്തില്ല. വേണേ അത് യൂസ് ചെയ്തോ. സപ്പോർട്ടീവ് ഓഡിയൻസ്, അതൊക്കെ അങ്ങനെയാ. ഓഡിയൻസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വിടാച്ചാ. ഇവിടെ ആരറിയുന്നു? ഇവിടെ ഓഡീഷൻ വിടാ. കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി എങ്കിലും മെനയാ. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു നടി വേണം, അത്രേ ഉള്ളൂ. ചേച്ചിനെ കാര്യം മെനയാ ഞാൻ. അതൊന്നും ശരിയാവില്ല. അവരെന്നെ വിളിച്ചേ. എല്ലാവരും കണക്കാച്ച. ആരെയും കിട്ടിയ എടുത്തു വെച്ചാൽ കാച്ചിക്കോളൂ. എന്തോ നടി നടന്നു. നിനക്കറിയോ എന്നെ വിളിച്ച ഡയറക്ടറെ? മോന്തയ്ക്ക് കുത്തുന്നതിനാ ആണുങ്ങളുടെ മോന്തയ്ക്ക് കുത്തു.
അയ്യോ അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ നീ നടിയോ നീ വെറും ഊപ്പ കേട്ടോ. എന്താ പറ്റി? കൊടുക്കടാ കൊടുക്ക് കുറച്ച് നാളും കൊണ്ട് ഞാൻ ഓങ്ങി വെച്ചേക്ക്. ഞാൻ തുപ്പിട്ടല്ലോ. നിനക്ക് ചേരുന്ന റോളുണ്ടല്ലോ ചാളമേരി നീ അഭിനയിക്ക് പോ. ചാളമേരി പോ. നിന്റെ അമ്മൂമ്മയോടാ ചാളം വരി. എന്നെ ഒന്ന് പറഞ്ഞോ നടക്കാം. നീ അച്ഛാ ദേ, അവരൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇരിക്കുക. വേണാ ആ. ഇവരൊക്കെ കളിയാക്കാൻ വേണ്ടി ഇരിക്കണ അച്ഛാ. ഇതൊന്നും പഠിക്കില്ല അച്ഛാ, ഇതൊക്കെ വെറുതെയാണ്. കണ്ട ഇതാണ് സ്വഭാവം, കച്ചറ സ്വഭാവം. ഒരാൾ നന്നാവണത് ഇഷ്ടല്ല. എടാ ചെറുക്ക, ഇവളവസാനേ ക്യാമറക്ക് മുമ്പ് പോയിട്ട് വല്ല കോമാളിത്തരം കാണിച്ചാൽ നമുക്ക് പേരുദോഷാവേ. അങ്ങനെയല്ലേ ഉണ്ടായത്. അതിനകത്ത് കേട്ടിട്ട് ഇവളുടെ യൂട്യൂബ് കാണുന്നതന്നെ നാണക്കാട്. ഇനി സിനിമയിൽ പോയി എന്തോന്ന് നീ ഞാൻ കാരണം ഈ വീട്ടിൽ എന്തായാലും ഇവള് കാരണം ഫുള്ള് നാണക്കേട്. നാണം കേട്ടോ. നീ അഭിനയിക്കണം പോയി. നീ പോടാ, നീ പോയി കണ്ണി ചാളമേരി. പോടാ തോട്ടിക്കോലെ. നീ പോയി. അഭിനയം പഠിപ്പിക്കാവുന്ന അതിനും അടിയും പിടിയും ബഹളവും ഉള്ള സമാനം കൂടെ കളയും മനുഷ്യന്റെ. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ അടുത്ത് ഈ കച്ചറ പിള്ളേരെ എന്നെ എടുത്ത് കൂട്ടണ്ടാന്ന്. പിന്നെ നിനക്ക് കൊണ്ട ഇരുത്താടി കാണാൻ കൊള്ളാവുന്ന കുറെ സുന്ദരന്മാര് മര്യാദയ്ക്ക് അഭിനയിക്കാൻ അറിയാവോ നിനക്ക്? ഗണിക്കണ്ട, വലിയ അഭിനേത്രി. ആൾക്കാർ ഗണിക്കും. നേരെ നമ്മൾ അഭിനയിച്ചില്ല, ആൾക്കാർ ഗണിക്കും. അച്ഛന് വേറെ പണിയൊന്നും വരെ കേറി വാച്ച. നീ പോയി. അഭിനയം നീ പോടാ തോട്ടിക്കോലെ, നീ പോയില്ലേ? വീട്ടിൽ പോയി കഞ്ഞി കുടിച്ച് കിടക്കടാ. ഞാൻ കിണറാടി. നീ പോടാ. അച്ഛാ ഇവൻ ഇവിടെ നിർത്താൻ ഞാൻ അവന് ശരിയാവില്ല. എടി എന്നെ ഇറങ്ങി പോയി ഇവിടുന്ന്. നീ ഇറങ്ങി പോടാ. ഞാൻ കാര്യം പറ്റേ ഇതേപോലെ അഭിനയിച്ചാൽ മതി. കറക്റ്റാ. ഇങ്ങോട്ട് മാറിക്കേ. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നാ മതി. അഭിനയിക്കാൻ അറിയാത്ത ഇവിടെ തല്ലിട്ട് വല്ല കാര്യമുണ്ട്. ഇതിനൊന്നും അഭിനയിക്കാന്ന് അറിയില്ല. ഞാൻ പോവാ. ഒരടി കുഴപ്പമില്ല. തുപ്പടി. ഇത് വലിയ കൃഷ്ണ തുപ്പ. മക്കൾ പോയി. അഭിനയിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. വാഴപ്പിണ്ടി മുതിരയിട്ട് വെക്കാൻ നല്ലതാ. ഇട്ട് വെക്ക്, മുതിരയിട്ട് വെക്ക്. മുതിരയും കുതിരയൊന്നും ഇവിടെ ഇല്ലേ? മുതിരയല്ലേ വൻപേറിട്ട് വെച്ചാലും മതി. അതുമില്ല. അപ്പൊ ഈ വീട്ടിൽ എന്തെങ്കിലും ഇല്ല എന്നുള്ളതൊക്കെ നോക്കി നിനക്ക് ചെയ്തുകൂടായിരുന്നു. എന്തൊക്കെ ഇല്ല എന്നുള്ളത് അമ്മക്ക് ഇത് കൊണ്ടുവരുമ്പോ എന്നാ പിന്നെ എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചുകൂടായിരുന്നാ അവിടെ എന്നാ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടോന്ന്? നമ്മൾ അതെല്ലാം വെച്ചിട്ട് എത്ര കാലമായി എൻ്റെ അമ്മേ. സാധാരണ തേങ്ങ ഇട്ടിട്ട് വെച്ചാൽ മതിയാ. അങ്ങനെ ചെയ്താലും മതി. അതെ, നമ്മുടെ ആ കാന്താരിയും കൂടെ പറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒതുക്കി വെച്ച് പൊത്തി വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ കുഴിച്ച് വെക്കാമെങ്കിൽ നല്ല. അങ്ങനെ ചെയ്ത് തന്നു. എന്നാ പിന്നെ അമ്മ പോയിട്ട് കാന്താരി മുളക് പറിച്ചിട്ട് പോവാ. ഞാനോ? പറിച്ചിട്ട് വരുമ്പോ ഒരു തേങ്ങയും അങ്ങോട്ട് ഉരിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ എടുക്കും. എനിക്കൊന്നും കഴിയില്ല. നീ വേണമെങ്കിൽ പോയി എടുത്തിട്ട് വാ. നീ പോയി പറിക്കുക, എനിക്ക് വയ്യടി. എൻ്റെ അമ്മ ഇവിടുന്ന് അവിടെ വരെ നടക്കാൻ നമുക്ക് കഴിയില്ല. കഷ്ടമുണ്ട്. എൻ്റെ കാലിന് വേദനയെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട്. ഇനി വയ്യാഞ്ഞിട്ടാ. ആങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കാലിന് വേദനയൊന്നുമില്ല. ഇതൊക്കെ കെട്ടിപ്പേറി കൊണ്ടുവരാൻ ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് 2 കാന്താരി മുളക് പറിച്ചെടുക്കാനും ഒരു തേങ്ങ ഉരിച്ചു തരുമ്പോഴേക്ക് കാലിന് വേദനയും കൈവേദനയല്ല ആയിപ്പോയി അല്ലേ? ഒന്നാമത് എനിക്കിത് അരിയാൻ തന്നെ അറിയുന്നില്ല. പിന്നെ പോട്ടെ, കെട്ടി കൊണ്ടുവന്നതല്ലേ വെച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റത്. അത് ശ്രദ്ധിച്ചേ, ആ ചീത്തയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു തരും. എനിക്ക് പണ്ടേ ഞാനിതൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നീ കുത്തിയരിയുന്നോടൊന്നും അല്ല ഇതൊന്നും അരിയേണ്ടത്. ഇങ്ങനെ ചുറ്റി അപ്പം നമുക്ക് ആ നൂലെല്ലാം കൂടെ നമ്മുടെ ഈ വിരലേ കിട്ടും. നൂലോ? എടീ, ഇതിനകത്തൊരു നൂലുണ്ടെന്ന്. എന്ത് നൂല്? ഇത് കണ്ടോ? ഞങ്ങൾ മുമ്മൂലെന്നാ പറയുന്നത്. ഇത് കഴിച്ചാൽ പ്രത്യേകത എന്നാ ഇത്? എടി സഞ്ജു പറഞ്ഞു ഇത് കഴിച്ചാൽ വളരെയധികം ഹെൽത്തിയാണ്, ഡിസോപ്രഷനോ ഏതാണ്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവൻ പറഞ്ഞു തന്നു. ഡിപ്രഷനാ? ഇംഗ്ലീഷൊക്കെ അവൻ പറഞ്ഞു അതൊക്കെ ശരീരത്തിൽ ഗുണമുള്ളതാണെന്നാ പറഞ്ഞത്. അത് എപ്പോഴും പിണ്ടി തിന്നുന്ന നല്ലതാണ്. ഇത് കഴിച്ചാൽ ഡിപ്രഷൻ വരുന്ന കഴിഞ്ഞാൽ ഇങ്ങനെ മന്ദക്കനായിട്ട് ഇങ്ങനെ ഇരിക്കും, ടെൻഷൻ അടിച്ചിട്ട്. അതാന്ന് തോന്നും. എടി, എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ ഇച്ചിരി പ്രയാസമുണ്ടേ. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നങ്ങ് ഇളകി പോകും. ഇതിയും കൂടി ഒരു ഉറവേ ഉള്ളൂ. ജ്യൂസ് അടിച്ച് കഴിക്കാനൊക്കെ നല്ലതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഈ പിണ്ടി ജ്യൂസ് അടിച്ച് എനിക്ക് തരണം കേട്ടാ. പുഷ്പേ, ഇതെനിക്ക് ജ്യൂസ് അടിച്ച് തരണം. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയാലോ?
ബിരിയാണി ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഈ പിണ്ടി ഇപ്പം എനിക്ക് ശരിയാക്കി കിട്ടിയാൽ മതി. അമ്മ ഇത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അമ്മേ പോയിട്ട് വരുമ്പോ? ഓ ഞാനേ കുറച്ച് ഏത്തക്ക അവനെടുത്ത് വെച്ചിരുന്നു. ഞാനത് മറന്നു പോയി വെച്ചെടുത്തോണ്ട് വരാൻ. അതെന്താ? ഞാൻ മറന്നുപോയി. ഇപ്പൊ മനുഷ്യനും മറവി ഉണ്ടാവാൻ പാടില്ലേ? മറന്നതല്ല അത്. പിന്നെ അമ്മക്കറിയാം ഏത്തൊക്കെ കൊണ്ടുവന്ന ഇവിടെ പിള്ളേരും ഞാനും പ്രകാശേട്ടനൊക്കെ കഴിക്കും. ഇത് അമ്മ മാത്രമേ കഴിക്കുള്ളൂ എന്നും അമ്മക്കറിയാം. അമ്മക്കും സഞ്ജുവിനും ഇഷ്ടം തോന്നും. എന്ത് കഷ്ടമായി ഈ പെങ്കൊച്ചു പറയുന്നത് നോക്കിയേ. ഞാൻ അതുകൊണ്ട് ഇവിടേക്ക് ഒന്നും വാങ്ങിക്കൊണ്ട് വരാറില്ലേ? ഇല്ലേ? എപ്പോഴാ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്? ഞാൻ വീട്ടിൽ വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൈ കിട്ടുന്നതൊക്കെ ഞാൻ മേടിച്ച് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഇവിടെ അവരവരെ അലമാരയിൽ വെച്ചിട്ട് പൂട്ടിയിട്ട് ഒറ്റ റൂം അടച്ചിരിക്കണം തിന്നുന്നുണ്ടാവും. നമുക്കൊക്കെ എപ്പാ നിങ്ങൾ തന്നിട്ടുള്ളത്? ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിള്ളേരുള്ളതുകൊണ്ട് ഇതൊന്നും വിളിച്ച് പറയാത്തത്. ഇന്നാളെ ഒരു ദിവസം നിങ്ങൾ അലമാരയിൽ ഒറ്റക്ക് പൂട്ടി തിന്നത് ഞാൻ കണ്ടതാ കേട്ടോ. ചെയ്തില്ലേ? സത്യം പറഞ്ഞാൽ ചെയ്തില്ലേ? ഒരു വീട്ടിൽ ആരെങ്കിലും അങ്ങനത്തെ പണി ചെയ്യോ? ഞാൻ എന്തുകൊണ്ടാ അത് മിണ്ടാഞ്ഞെന്നറിയാം. ഇവിടെ അങ്ങനത്തെ അല്ല, നാട്ടുകാർ അറിഞ്ഞാൽ തന്നെ മോശം. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മോനെ പലതും സഞ്ചിക്കകത്ത് വാങ്ങി ഈ അടുക്കളയിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ബെഡ്റൂമിൽ ഇരുന്നിട്ടൊന്നും അങ്ങനെ സ്വകാര്യമായിട്ട് ഒന്നും നമ്മൾ കഴിക്കാറില്ല. ഞാൻ ആ പഠിപ്പ് പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് കൂടുതൽ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ തിന്നിട്ടുള്ളൂ ഇതുവരെ. അയ്യോ, എനിക്ക് തന്നിട്ട് തിന്നുന്ന പാർട്ടി. അയ്യോ, എന്നെ കാണുമ്പോ ഒളിച്ചു വെച്ചോണ്ട് തിന്നുന്ന ഞാൻ പലവട്ടം അമ്മ ചെയ്തിട്ട് കുറ്റം ഇപ്പൊ എന്റെ തലയിൽ ഇടുന്നത്. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ അത് കണ്ടതാ. ഒരു പ്രാവശ്യം എന്നല്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. കണ്ടാക്കൊണ്ട് കേസ് കൊടുക്കും. ഓ, ഏതുവരെ എന്റെ നേരെ മെക്കിട്ട് കയറാൻ തന്നെ വന്നിരിക്കുക. അരി വെച്ച് വാടുന്ന ആ ഗ്യാസുകാരൻ വന്നപ്പം ഗ്യാസിന് പൈസ എടുത്ത് കൊടുത്തോ നിന്റെ കയ്യിൽ നിന്ന് നിൽക്കുന്നത്? അതോ ഇനി എന്റെ കയ്യിൽ നിന്ന് തന്നെ വേണോ? അതും ചോദിച്ചത് കേട്ടില്ലേ? ഗ്യാസ് മേടിച്ചു മോനെ എന്റെ അടുത്ത് കെട്ടിക്ക വെച്ച് തന്നിന് ഗ്യാസിന്റെ അടുത്ത് കൊടുക്കാൻ. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാ പൈസ തരുന്നത് ഗ്യാസിന്. അതിനെന്താ? ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവനും മുക്കാഭാഗം നിങ്ങൾ തന്നെയാ കഴിക്കുന്നത്. എന്റെ പിള്ളേർക്ക് എനിക്ക് കിട്ടിയാലേ. കൊള്ളല്ലോ നീ. ഞാൻ തിന്നുന്നതിന് നിനക്ക് കണക്ക് കുറച്ചില്ല. ഇതൊന്നും അവൻ കേൾക്കുന്നില്ലല്ലോ ദൈവമേ. കേട്ടാ എന്റെ മൂക്കിൽ വലിക്കും. ഇത് കറിയാമേ? എന്റെ സമ്മതം തെറ്റോ എനിക്ക് കേട്ടോ. എന്റെ മേത്തട്ട് ഇത് വെച്ച് കറിഞ്ഞടുത്ത് കറയായത്. അയ്യോ, എന്ത് പെമ്പർന്നോത്തിയായത്. എടി, നമ്മുടെ പ്രകാശനെ സഞ്ജുവിനെ കണ്ടില്ലല്ലോടി. അവരവിടെ എങ്ങനെ ഉണ്ടാവും അമ്മേ? സഞ്ജുവിന് പിണ്ടിത്തോരൻ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ വന്ന് കഴിച്ചോളൂ. അച്ഛമ്മേ, പിണ്ടി കഴിച്ചാ സൗന്ദര്യം കൂടുവോ? പിന്നെ നല്ല സൗന്ദര്യം മുക്കിലും അതല്ലേ ഞാനിങ്ങനെ ഇരിക്കുന്നത്. ആണോ? ശരിക്കും? അതിന് അമ്മക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? എനിക്ക് സൗന്ദര്യമുണ്ട്. അച്ഛമ്മയ്ക്ക് നല്ല സൗന്ദര്യമുണ്ട്. ഞാനേ പഴയ കാലത്ത് കേട്ടോ മക്കളെ, ഈ പിണ്ടിയും ചേനയും കാച്ചിലും ഒക്കെ തിന്നിട്ടാണ് ഇതുപോലെ സൗന്ദര്യം അതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. എന്നാ ചേച്ചി കുറച്ചും കൂടി എടുത്ത് കഴിക്ക്, സൗന്ദര്യം കൂടട്ടെ. ഞാൻ കഴിച്ചോളാം. നിനക്ക് വേണ്ടേടി? വേണ്ട. എന്താ നിനക്ക് സൗന്ദര്യമൊന്നും വേണ്ടേ? വേണ്ട. അത് പറഞ്ഞപ്പോഴാ ഇനി അപ്പൂപ്പന്റെ വീട്ടിന് ഒരു സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരും. ആണോ? ഇത് അപ്പൂപ്പൻ ഭയങ്കര ഊടായിപ്പാണ്. മിഠായിലൊക്കെ പറഞ്ഞിട്ട് ശർക്കര തരും. അതും ശർക്കര അല്ല, ഉപ്പിലിട്ട ശർക്കര. അത് നിന്റെ കാലാപ്പൂപ്പനാ. എന്റെ അപ്പൂപ്പനെ പറഞ്ഞോണ്ടല്ലോ. എന്തായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ശർക്കരയൊന്നും കൊടുത്തിട്ട് പിള്ളേരെ പറ്റിക്കാറില്ല. നല്ല ഒന്നാം തരം ചോക്ലേറ്റ് ഞാൻ മേടിച്ചു കൊടുക്കാറ്. ഡയറി മിൽക്ക്, നാരങ്ങ മിഠായി. ആഹാ, എന്തായാലും ചോക്ലേറ്റിനൊക്കെ നല്ലതാണ് വാഴപ്പിണ്ടി, അല്ലേ അച്ഛമ്മേ? പിന്നെ അത് ഇവർക്കൊന്നും അറിയില്ല മക്കളെ. ഞാൻ എന്തായാലും നന്നായി കഴിക്കാൻ പോവാം. കഴിക്ക്. ആവശ്യമുള്ളവരെടുത്ത് കഴിച്ചോ. നീ മുഴുവൻ കഴിച്ചോടി. ഞാൻ കഴിക്കും. അമ്മേ, ഓരോരാൾക്ക് ഓരോ ഭക്ഷണം ഇഷ്ടം ഉണ്ടാവൂലേ? നമുക്കത് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? ഇത് നോക്കുന്നേ കണ്ണുണ്ടായിട്ട് അടി ഉണ്ടാക്കാണ്ട് കഴിക്കുമോ? അല്ലെങ്കിൽ ആഹാരം ഇപ്പൊ കഴിക്കാൻ പറ്റാതായി. ഈ നെഞ്ചത്ത് കെട്ടല് തന്നെയാ. സമാധാനമായിട്ട് കഴിയും. അച്ഛമ്മ തുപ്പല്ലേ. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ എന്താ പറഞ്ഞാലും ഒരു കളിയാക്കലാടി. സമാധാനം തരില്ല തിന്നുന്നിടത്ത്.
എന്നാ ഒരു കാര്യം ചെയ്തോ, അമ്മ ഭക്ഷണം ഉണ്ടായപാട് ഒറ്റക്ക് എടുത്ത് കഴിച്ചോ. പിള്ളേരൊക്കെ പിന്നീട് കഴിച്ചോട്ടെ. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ, സമാധാനത്തിൽ കഴിച്ചിട്ട് എണീറ്റ് പോവുകയും ചെയ്യാം. കൊള്ളാലോടി നിന്റെ മനസ്സിലിരിപ്പ്. എന്നെ ഒറ്റയ്ക്ക് ഇരുത്താനോ നിനക്ക്? നമ്മുടെ കൂടെ ഇരിക്കോ വേണമെങ്കിൽ പിള്ളേർ അത് പറഞ്ഞ് ഇത് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യണം. എന്തൊരു കഷ്ടമെന്ന് പറഞ്ഞ ശാപ്പാട് കഴിക്കാനും എന്നെ ഒറ്റയ്ക്ക് ഇരുത്ത് വന്ന് അപ്പൊ ഇത്ര കാര്യം വേണ്ടി ഞാൻ എന്നാ പറഞ്ഞത്? ഇല്ല കുറച്ച് അമ്മ പിള്ളേരാമ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല, അതൊക്കെ തമാശ എടുത്താ പോരെ. ഇത് അച്ഛമ്മ സമാധാനം കഴിച്ചേൻ ഒന്നുമില്ല. ഇച്ചിരി കൂടെ കൊടുപ്പൻ കൊടുക്കട്ടെ, അല്ല വാഴപ്പിണ്ടി കൊടുക്കട്ടെ. ഞാനും മക്കളും ഇവിടെ ഇല്ലാണ്ടിരിക്കുമ്പോ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. ഈ വീട് ഉറങ്ങിയിട്ടുണ്ടാവും. കണ്ണുനീരൊന്നും വരുന്നില്ലല്ലോ അച്ഛമ്മ. മിണ്ടാണ്ടിരിക്കടി അച്ഛമ്മ. കുഴപ്പമില്ല, കുറച്ചും കൂടെ വാഴപ്പിണ്ടി ആറ്റേ. എനിക്കൊന്നും വേണ്ട, സമാധാനം തന്നാ മതി.